Welcome back to our 31-day English fluency course. Today is day 4 and we are going to learn something very easy and useful today, that is action verbs. ക്രിയാപദങ്ങൾ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്, വിഷയമാണ്. ദാറ്റ് ഈസ് ആക്ഷൻ വെർബ്. Let's start with the definition of action verbs. ആക്ഷൻ വെർബ്സ് എന്ന് പറയുന്നത് പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്, അല്ലെങ്കിൽ ക്രിയാപദങ്ങളെന്ന് പറയും. സോ വാട്ട് ഈസ് ആൻ ആക്ഷൻ വെർബ്? An action verb is a word that shows what a person or thing does. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു ചെയ്യുന്ന പ്രവൃത്തി കാണിക്കുന്ന വാക്കുകളെയാണ് ആക്ഷൻ വെർബ്സ് എന്ന് പറയുക. ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികൾ, അതിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ഒരു വസ്തു ചെയ്യുന്ന പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കുകൾ, ഇതിനെയാണ് ആക്ഷൻ വെർബ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഈറ്റ് ആൻ ആപ്പിൾ. ഐ ഈറ്റ് ആൻ ആപ്പിൾ. ഞാൻ ആപ്പിൾ കഴിക്കുന്നു. ഇവിടെ എന്താണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി? ഞാൻ കഴിക്കുന്നു. ഈറ്റ് ഈസ് ദി ആക്ഷൻ വെർബ്സ് ഹിയർ. സെക്കൻഡ് വൺ, ഐ റൺ ഫാസ്റ്റ്. ഞാൻ വേഗത്തിൽ ഓടുന്നു. ഐ റൺ ഫാസ്റ്റ്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഓടുക എന്നുള്ളതാണ്. ഞാൻ ഓടുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ദി ആക്ഷൻ വെർബ്. റൺ ഈസ് ദി ആക്ഷൻ വെർബ് ഹിയർ. ദെൻ ഹി പ്ലേസ് ക്രിക്കറ്റ്. ഹി പ്ലേസ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? അവൻ കളിക്കുന്നു. അവൻ കളിക്കുന്നു. അപ്പോൾ പ്ലേസ് ഈസ് ദി ആക്ഷൻ, പ്ലേ ഈസ് ദി ആക്ഷൻ വെർബ്. ദെൻ ഷീ തിങ്സ് അബൌട്ട് ഹെർ ഫ്യൂച്ചർ. ഷീ തിങ്സ് അബൌട്ട് ഹെർ ഫ്യൂച്ചർ. അവൾ അവളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു. അവൾ ചെയ്യുന്ന ആ പ്രവൃത്തി അവൾ ചിന്തിക്കുന്നു. ദാറ്റ് ഈസ് ദി ആക്ഷൻ വെർബ്. സോ ഹിയർ വി ക്യാൻ സീ ദർ ആർ ടു ടൈപ്സ് ഓഫ് ആക്ഷൻ വെർബ്സ്. വൺ ഈസ് ഫിസിക്കൽ ആക്ഷൻ വെർബ്സ് ആൻഡ് മെൻ്റൽ ആക്ഷൻ വെർബ്സ്. അതായത് നമ്മൾ നേരിട്ട് അല്ലെ ശാരീരികമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികളും മാനസികമായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ചിന്ത എന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ പലതരത്തിലുള്ള വികാരങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ, ആ ചെയ്യുന്ന പ്രവൃത്തികൾക്കൊക്കെ പറയുന്നത് മെൻ്റൽ ആക്ഷൻ വെർബ്സ് എന്നുമാണ്. ആക്ഷൻ വെർബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദങ്ങളാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ പ്രവൃത്തിയെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഒരുപാട് ആക്ഷൻ വെർബുകൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ഷൻ വെർബുകളും അവയുടെ വിവിധ രൂപങ്ങളുമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുക. Here is a table showing the different verb forms V1 to V7. അതായത് ഓരോ വെർബുകളുടെയും 7 രൂപങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. സ്റ്റാർട്ട് വിത്ത് ദ V1 ഫോം. നമ്മളിവിടെ പ്രത്യേകമായിട്ട് എടുക്കുന്ന വാക്ക്, ആ വെർബ് എന്ന് പറയുന്നത് ഗോ എന്നാണ്. നമുക്കറിയാം, ഗോ എന്ന് പറഞ്ഞാൽ പോകുന്നു. അപ്പോൾ അതിൻ്റെ B1 ഫോം, ബേസ് ഫോം എന്ന് പറയുന്നത് that is used for present, simple present and commands. അതായത് എപ്പോഴും ഏത് വെർബിൻ്റെയും ആദ്യ രൂപം എന്ന് പറയുന്ന ബേസ് ഫോമാണ്, ദാറ്റ് ഈസ് V1 ഫോം. അത് കൂടുതൽ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ ബേസ് ഫോമാണ്, അതിലേക്ക് ഒരു അഡീഷണലും ഇല്ല. ഏതാണോ വെർബ് അതിൻ്റെ ആദ്യ രൂപം. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടൊരു വാചകങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. ഐ ഗോ ടു സ്കൂൾ എവരി ഡേ. ഐ ഗോ ടു സ്കൂൾ എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും പള്ളിയിലേക്ക് പോകുന്നു. ഐ ഗോ ടു ചർച്ച് എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും ബാങ്കിൽ പോകുന്നു. ഐ ഗോ ടു ബാങ്ക് എവരി ഡേ. അപ്പോൾ അങ്ങനെ നമുക്ക് വാചകങ്ങൾ ഉണ്ടാക്കാം. ഇതപ്പം ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് ബേസ് ഫോമാണ്, അപ്പോൾ ഗോ. ഇനി സെക്കൻഡ് ഫോം, ദാറ്റ് ഈസ് V2 ഫോം. V2 form of the verb, that is simple past form, which is used for actions that completed in the past. അതായത് പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ, കഴിഞ്ഞ ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയാൻ വേണ്ടി ആണ് നമ്മളവിടെ ഉപയോഗിക്കുക. അപ്പോൾ അവിടെ രണ്ടാമത്തെ രൂപം, ഗോ എന്ന് പറയുന്ന വെർബിൻ്റെ രണ്ടാമത്തെ രൂപമാണ് വെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഗോ എന്ന് പറഞ്ഞാൽ പോകുന്നു, ഇവിടെ വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി. അപ്പോൾ ഇവിടെ ഞാൻ ഇന്നലെ സ്കൂളിലേക്ക് പോയി, അല്ലെ ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ വെൻറ്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ബാങ്കിൽ പോയി. ഐ വെൻറ്റ് ടു ബാങ്ക് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ എറണാകുളം പോയി. ഐ വെൻറ്റ് ടു എറണാകുളം യെസ്റ്റർഡേ. ഇനി നമുക്ക് മൂന്നാമത്തെ രൂപം നോക്കാം. ദാറ്റ് ഈസ്
past participle form that is used with auxiliary verbs for perfect tenses and passive voice. അപ്പോൾ പെർഫെക്റ്റ് ടെൻസ് കിട്ടാൻ വേണ്ടി ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിൻ്റെ കൂട്ടത്തിൽ ഓക്സിലറി വെർബുകളും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഹി ഷീ ഇറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലും ഹാസ് അല്ലെങ്കിൽ ഹാസ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഐ വി ദേ ഒക്കെ ആണെങ്കിൽ ഹാവും ഉപയോഗിക്കാറുണ്ട്. ദെൻ അപ്പോൾ നമുക്കിവിടെ ഗോൺ ചേർത്ത്, ഗോൺ എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു അർത്ഥമാണ്. നമുക്ക് നോക്കാം. അവൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്, അവൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പറയാം? ഹി ഹാസ് ഗോൺ ടു സ്കൂൾ, ഹി ഹാസ് ഗോൺ ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ദെൻ വി ഫോർ, അതായത് നാലാമത്തെ രൂപം, വി ഫോർ ഓഫ് ദി വെർബ്, ദാറ്റ് ഈസ് ദി പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം, ജെറൻഡ് ഫോം, അതായത് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഓൺ ഗോയിങ് ആക്ഷൻസ്, അതായത് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ഏതാണോ വെർബ് അതിനൊപ്പം ഒരു ING കൂടി ചേർക്കാറുണ്ട്. ING ചേരുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുന്നു, ആ പ്രവൃത്തി തുടരുന്നു എന്നാണ് അർത്ഥമാക്കുക. അപ്പം ഞാനിപ്പോൾ സ്കൂളിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? ഐ ആം ഗോയിങ് ടു സ്കൂൾ നൗ, ഐ ആം ഗോയിങ് ടു സ്കൂൾ നൗ. ഞാനിപ്പോൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഐ ആം ഗോയിങ് ടു ചർച്ച് നൗ. ഞാൻ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഐ ആം ഗോയിങ് ടു എറണാകുളം നൗ. ഓക്കെ, ഇനി അഞ്ചാമത്തെ രൂപം നമ്മൾ പഠിക്കുന്നത്, ദാറ്റ് ഈസ് സിമ്പിൾ പ്രസൻറ്റ് ഫോം വിച്ച് ഫോർ തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ്. അതായത് ഹി ഷീ ഇറ്റൊക്കെ വരുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ വ്യക്തിയുടെ പേര് വരുന്ന സന്ദർഭങ്ങളിൽ ഗോ എന്ന് പറയുന്ന വെർബിനൊപ്പം നമ്മൾ എസ് അല്ലെങ്കിൽ ES കൂടി ചേർക്കുന്നു. അതായത് V1 ഫോമിൻ്റെ കൂട്ടത്തിൽ എസ് അല്ലെങ്കിൽ ES ചേർക്കണം. എവിടെ? തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ. അപ്പോൾ ഇവിടെ നോക്കൂ, അവൾ ബസ്സിൽ സ്കൂളിലേക്ക്, അവൾ സ്കൂളിലേക്ക് പോകുന്നത് ബസ്സിലാണ്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഷി ഗോസ് ടു സ്കൂൾ ബൈ ബസ്. ഇനി ആറാമത്തെ രൂപം, ദാറ്റ് ഈസ് സിമ്പിൾ ഫ്യൂച്ചർ. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ, അത് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ പറയുക എപ്പോഴും ആ വെർബിനൊപ്പം വിൽ കൂടി ചേർക്കാറുണ്ട്. വിൽ, അപ്പോൾ ബേസ് ഫോമിനൊപ്പം വിൽ കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് നടക്കാൻ പോകുന്ന, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുക. ഞാൻ നാളെ സ്കൂളിലേക്ക് പോകും, ഞാൻ നാളെയാണ് പോകുന്നത്, നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആ കാര്യം പറയുകയാണ്, ഐ വിൽ ഗോ ടു സ്കൂൾ ടുമോറോ. ഞാൻ നാളെ ഡൽഹിക്ക് പോകും, ഐ വിൽ ഗോ ടു ഡൽഹി ടുമോറോ. ഇനി ഏഴാമത്തെ ഒരു രൂപമുണ്ട്, ദാറ്റ് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും? യൂസിങ് വാസ് ഓർ വെയർ പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, നമ്മൾ വെർബിൻ്റെ മൂന്നാമത്തെ രൂപം, അതിനൊപ്പം വാസ് കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ V7 ഫോം ഉണ്ടാക്കുക. അപ്പോൾ അതൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കഴിഞ്ഞു, അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുക. അപ്പോൾ മഴ തുടങ്ങുമ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് എങ്ങനെ പറയാം? ഐ വാസ് ഗോയിങ് ടു സ്കൂൾ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. Now we move to the different verb forms of 10 action verbs. നമ്മളിവിടെ 10 ആക്ഷൻ വെർബുകളുടെ 7 വിവിധ ഫോമുകൾ നമ്മളിവിടെ നോക്കുകയാണ്. നമ്മൾ ജസ്റ്റ് കണ്ടു കഴിഞ്ഞു ഏതൊക്കെയാണ് ആ വിവിധ 7 ഫോമുകൾ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. ഫസ്റ്റ് വൺ ഈസ് ബേസ് ഫോം, സെക്കൻഡ് വൺ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ്, ദെൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ദെൻ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ദാറ്റ് ഈസ് ജിറൻ ING ചേരുന്ന ഭാഗം, ദെൻ സിമ്പിൾ പ്രസൻറ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ വരുമ്പോൾ എന്ത് ചെയ്യണം, ദെൻ സിമ്പിൾ ഫ്യൂച്ചർ, ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വാസ് അല്ലെങ്കിൽ വേറെ ചേർത്ത് പറയും. ദെൻ നോക്കാം നമുക്ക്. ഗോ, ഗോ, വെൻറ്റ്, ഗോൺ അല്ലേ. ഏതിൻ്റെയും ആദ്യത്തെ 3 രൂപങ്ങൾ പ്രസൻറ്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഗോ, വെൻറ്റ്, ഗോൺ. അതിനൊപ്പം ജിറൻ ഫോം, അതായത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോൾ ING കൂടി ചേരും, ഗോയിങ്. ദെൻ സിമ്പിൾ പ്രസൻറ്റ് ഫോർ തേർഡ് പേഴ്സൺ, അവിടെ എസ് അല്ലെങ്കിൽ ES വരും, ഗോസ്. ദെൻ ഫ്യൂച്ചർ കിട്ടാൻ വേണ്ടി നമ്മളവിടെ വിൽ ചേർക്കും, വിൽ ഗോ. ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ വാസ് ചേർത്ത് പറയും, വാസ് ഗോയിങ്. പിന്നെ ഇതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞ് നമുക്ക് പോകാം. ഗോ എന്ന് പറഞ്ഞാൽ പോകുന്നു, വെൻറ്റ് പോയി, ഗോൺ പോയിട്ടുണ്ട്, ഗോയിങ് പോയിക്കൊണ്ടിരിക്കുന്നു, ഗോസ് പോകുന്നു, വിൽ ഗോ പോകും, വാസ് ഗോയിങ്
പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുന്നു. എയ്റ്റ് കഴിച്ചു. ഈറ്റൺ കഴിച്ചിട്ടുണ്ട്. ഈറ്റിംഗ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈറ്റ്സ് കഴിക്കുന്നു. വിൽ ഈറ്റ് കഴിക്കും. വാസ് ഈറ്റിംഗ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റൈറ്റ് എഴുതുന്നു. റോട്ട് എഴുതി. റിട്ടൺ എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള അർത്ഥം. ദെൻ റൈറ്റിംഗ് എഴുതിക്കൊണ്ടിരിക്കുന്നു. റൈറ്റ്സ് എഴുതുന്നു. വിൽ റൈറ്റ് എഴുതും. വാസ് റൈറ്റിംഗ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമ്മൾ പറയുന്നത് റൺ. റൺ എന്ന് പറഞ്ഞാൽ ഓടുന്നു. റാൻ ഓടി. റൺ ഓടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഓടിക്കഴിഞ്ഞിട്ടുണ്ട്. റണ്ണിങ് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. റൺസ് ഓടുന്നു. വിൽ റൺ ഓടും. വാസ് റണ്ണിങ് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കം വരുന്നു അല്ലെങ്കിൽ വരിക എന്നൊക്കെ പറഞ്ഞു. ദെൻ കെയിം വന്നു. കം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കമ്മിങ് വന്നുകൊണ്ടിരിക്കുന്നു. കംസ് വരുന്നു. വിൽ കം വരും. വാസ് കമ്മിങ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ സീ കാണുന്നു, കാണുക എന്നൊക്കെ പറയും. ദെൻ സോ കണ്ടു. സീൻ കണ്ടിട്ടുണ്ട്. സീൻ കണ്ടുകൊണ്ടിരിക്കുന്നു. സീസ് കാണുന്നു. വിൽ സീ കാണും. വാസ് സീയിങ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ മേക്ക് ഉണ്ടാക്കുന്നു. മെയ്ഡ് ഉണ്ടാക്കി. മെയ്ഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. മേക്കിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. മേക്സ് ഉണ്ടാക്കുന്നു. വിൽ മേക്ക് ഉണ്ടാക്കും. വാസ് മേക്കിംഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ സിങ് പാടുന്നു. സാങ് പാടി. സങ് പാടിയിട്ടുണ്ട് അല്ലെ പാടിക്കഴിഞ്ഞിട്ടുണ്ട്. സിംഗിങ് പാടിക്കൊണ്ടിരിക്കുന്നു. സിങ്സ് പാടുന്നു. വിൽ സിങ് പാടും. വാസ് സിംഗിങ് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സേ പറയുന്നു. സെറ്റ് പറഞ്ഞു. സെറ്റ് പറഞ്ഞിട്ടുണ്ട്. സെയിങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സെയ്സ് പറയുന്നു. വിൽ സേ പറയും. വാസ് സെയിങ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തിങ്ക് ചിന്തിക്കുന്നു. തോട്ട് ചിന്തിച്ചു. തോട്ട് ചിന്തിച്ചിട്ടുണ്ട്. തിങ്കിങ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. തിങ്സ് ചിന്തിക്കുന്നു. വിൽ തിങ്ക് ചിന്തിക്കും. വാസ് തിങ്കിങ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെർബിൻ്റെ 7 തരത്തിലുള്ള ഫോമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി അതിൻ്റെ ഓരോ 10 ആക്ഷൻ വെർബുകളും അതിൻ്റെ ഫോം കണ്ടു കഴിഞ്ഞു. ആ 10 ആക്ഷൻ വെർബുകൾ ഉപയോഗിച്ചുള്ള സെൻറ്റൻസ് കൺസ്ട്രക്ഷനാണ് നമ്മൾ നോക്കുക. ഫസ്റ്റ് വൺ ഗോ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഗോ പോകുന്നു എന്നാണ് അർത്ഥം. ഫസ്റ്റ് വി ഡിസ്കസ് ദി ബേസ് ഫോം, ദാറ്റ് ഈസ് V1 ഫോം. ഫസ്റ്റ് സെൻറ്റൻസ്, ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകും. ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകും. ഐ ഗോ ടു സ്കൂൾ എവരി ഡേ. ഐ ഗോ ടു സ്കൂൾ എവരി ഡേ. അവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. എങ്ങനെ പറയാം? ഷീ കഴിഞ്ഞിട്ട് ഗോയ്ക്ക് ഗോസ് എന്നാണ് പറയേണ്ടത്. കാരണം അത് സിംഗുലർ ആണ് സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ എസ് അല്ലെങ്കിൽ എസ് ചേർക്കുക സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ. ദെൻ ഷീ ഗോസ് ടു സ്കൂൾ. ഷീ ഗോസ് ടു സ്കൂൾ എവരി ഡേ. അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. എങ്ങനെ പറയാം? ഹീ ഗോസ് ടു സ്കൂൾ എവരി ഡേ. ദെൻ സെക്കൻഡ് ഫോം ഓഫ് ദി വെർബ്, സിമ്പിൾ പാസ്റ്റ്, ദാറ്റ് ഈസ് വെൻറ്റ്. ഗോയുടെ V2 ഫോം വെൻറ്റ് ആണ്, പോയി എന്നാണ്. അപ്പോൾ ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി. എങ്ങനെ പറയാം? ഐ വെൻറ്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഡൽഹിക്ക് പോയി. ഐ വെൻറ്റ് ടു ഡൽഹി യെസ്റ്റർഡേ. ഇനി അവൻ ഇന്നലെ സ്കൂളിലേക്ക് പോയി. എങ്ങനെ പറയാം? ഹി വെൻറ്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. അല്ലെ അവൾ സ്കൂളിലേക്ക് പോയി. ഷീ വെൻറ്റ് ടു സ്കൂൾ യെസ്റ്റർഡേ, ലൈക്ക് ദാറ്റ്. ദെൻ V3 ഫോം ദാറ്റ് ഈസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഗോൺ എന്നാണ്. ഗോയുടെ V3 ഫോം ഗോൺ, അതായത് പോയിട്ടുണ്ടെന്നർത്ഥം. ഞാൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. എങ്ങനെ പറയാം? ഐ ഹാവ് ഗോൺ ടു സ്കൂൾ. ഐ ഹാവ് ഗോൺ ടു സ്കൂൾ. ഇനി അവൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. എങ്ങനെ പറയാം? ഷീ ഹാസ് ഗോൺ ടു സ്കൂൾ. അവൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഹി ഹാസ് ഗോൺ ടു സ്കൂൾ. ദെൻ V4 ദാറ്റ് ഈസ് ദി പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഓർ ജിറൻഡ് ഫോം. അതായത് നമ്മൾ ING കൂടി, അതായത് ഇപ്പോൾ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പോകുക എന്നുള്ളത് പോയിക്കൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദാറ്റ് ഈസ് ഗോയിങ്. അപ്പോൾ അത് ചേർത്തിട്ടുള്ള വാചകങ്ങൾ. ഞാനിപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പോവുകയാണ്. എങ്ങനെ പറയാം? ഐ ആം ഗോയിങ് ടു സ്കൂൾ നൗ. ഐ ആം ഗോയിങ് ടു സ്കൂൾ നൗ. ഇനി അവനിപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ. അല്ലെങ്കിൽ അവൾ പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ പറയാം? ഷീ ഈസ് ഗോയിങ് ടു സ്കൂൾ നൗ. നെക്സ്റ്റ് V5 ഫോം, ദാറ്റ് ഈസ് ദി സിമ്പിൾ പ്രസൻറ്റ്
ഫോം that we used for തേർഡ് പേഴ്സൺ സിംഗുലർ. അപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ അതായത് ഹി ഷീ ഇറ്റ് വരുമ്പോൾ ഗോ എന്ന് പറയുന്ന വെർബിനൊപ്പം എസ് അല്ലെങ്കിൽ ഈസ് കൂടി ചേർക്കുക. അതാണ് റൂൾ. അപ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ ബസ്സിൽ സ്കൂളിലേക്ക് പോകുന്നു. അങ്ങനെ പറയാം ഹി ഗോസ് ടു സ്കൂൾ ബൈ ബസ് ഓർ ഷീ ഗോസ് ടു സ്കൂൾ ബൈ ബസ്. അവൾ സ്കൂളിലേക്ക് ബസ്സിൽ പോകും. ഷീ ഗോസ് ടു സ്കൂൾ ബൈ ബസ്. ദെൻ V6 ദാറ്റ് ഈസ് ദി ഫ്യൂച്ചർ സിമ്പിൾ വിൽ ഗോ എന്നാണ് പറയുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ നമ്മൾ ഗോയ്ക്കൊപ്പം വിൽ കൂടി ചേർക്കും, അല്ലെങ്കിൽ വില്ലിന് ശേഷം ബേസ് ഫോം ചേർക്കും. ഇവിടെ ഗോയാണ്, വിൽ ഗോ. അപ്പം ഞാൻ നാളെ സ്കൂളിൽ പോകും. ഇങ്ങനെ പറയാം ഐ വിൽ ഗോ ടു സ്കൂൾ ടുമോറോ. ഞാൻ നാളെ സ്കൂളിലേക്ക് പോകും. ഇനി അവൻ നാളെ സ്കൂളിലേക്ക് പോകും. ഹി വിൽ ഗോ ടു സ്കൂൾ ടുമോറോ. അവൾ നാളെ സ്കൂളിലേക്ക് പോകും. ഇങ്ങനെ പറയാം ഷീ വിൽ ഗോ ടു സ്കൂൾ ടുമോറോ. ഇനി നോക്കൂ, പപ്പ നാളെ സ്കൂളിലേക്ക് പോകും. ഇങ്ങനെ പറയാം മൈ ഡാഡ് വിൽ ഗോ ടു സ്കൂൾ ടുമോറോ, അല്ലെങ്കിൽ ഡാഡ് വിൽ ഗോ ടു സ്കൂൾ ടുമോറോ. ദെൻ V7 ദാറ്റ് ഈസ് ദി സെവൻത് ഫോം ഓഫ് ദി വെർബ് പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ അവിടെ എന്താ ഉപയോഗിക്കേണ്ടത്? വാസ് ഓർ വെയർ ഉപയോഗിക്കണം. എന്നിട്ടോ ഗോയിങ് ആണ് അവിടെ ING ചേർത്ത് പറയാം. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ പോലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. നോക്കൂ, ഇവിടെ ഞാൻ സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഞാൻ മഴ തുടങ്ങുമ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോവുകയായിരുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്. മഴ തുടങ്ങിയപ്പോൾ ഓൾറെഡി ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മഴ തുടങ്ങിയത്. അത് നമുക്ക് ഇംഗ്ലീഷിൽ പറയണം. ഐ വാസ് ഗോയിങ് ടു സ്കൂൾ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിൻ. ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ആദ്യം നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. അപ്പോഴാണ് മഴ തുടങ്ങിയത്. ഐ വാസ് ഗോയിങ് ടു സ്കൂൾ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിൻ. ഇനി മഴ തുടങ്ങുമ്പോൾ അവൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ പറയാം? ഹി വാസ് ഗോയിങ് ടു സ്കൂൾ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, അല്ലെങ്കിൽ ഷീ വാസ് ഗോയിങ് ടു സ്കൂൾ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. Now we move on to the next action verb, that is eat. eat എന്ന് പറഞ്ഞാൽ കഴിക്കുന്നു. അപ്പോൾ അതിൻ്റെ വിവിധ രൂപങ്ങളാണ് നമ്മളിവിടെ നോക്കുക. 7 രൂപങ്ങൾ. ഫസ്റ്റ് വൺ V1 ഫോം, ബേസ് ഫോം. അത് വെച്ചിട്ടുള്ള സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഞാൻ എല്ലാ ദിവസവും ചോറ് കഴിക്കുന്നു. അങ്ങനെ പറയാം ഐ ഈറ്റ് റൈസ് എവരി ഡേ. ഇനി അവൻ എല്ലാ ദിവസവും ചോറ് കഴിക്കുന്നു. അങ്ങനെ പറയാം ഹി ഈറ്റ്സ് റൈസ് എവരി ഡേ, അല്ലെങ്കിൽ ഷീ ഈറ്റ്സ് റൈസ് എവരി ഡേ. അവൾ എല്ലാ ദിവസവും ചോറ് കഴിക്കുന്നു. അപ്പോൾ ഒരു ഈറ്റിനൊപ്പം ഒരു എസ് കൂടി വന്നു അല്ലേ? അത് സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ വെർബിനൊപ്പം എസ് അല്ലെങ്കിൽ എസ് വരും. ദെൻ നെക്സ്റ്റ് ഫോം, സെക്കൻഡ് ഫോം V2 ഫോം, ദാറ്റ് ഈസ് സിമ്പിൾ പാസ്റ്റ് ഫോം. അപ്പോൾ ഈറ്റിൻ്റെ പാസ്റ്റ് ഫോം എയ്റ്റ് എന്നാണ്. എയ്റ്റ് അപ്പോൾ എന്ന് പറഞ്ഞാൽ കഴിച്ചു. ഇനി നോക്കൂ, ഞാൻ ഇന്നലെ ഒരു ആപ്പിൾ കഴിച്ചു. എങ്ങനെ പറയാം? ഐ എയ്റ്റ് ആൻ ആപ്പിൾ യെസ്റ്റർഡേ. ഇനി അവൻ ഇന്നലെ ഒരു ആപ്പിൾ കഴിച്ചു. എങ്ങനെ പറയാം? ഹി എയ്റ്റ് ആൻ ആപ്പിൾ യെസ്റ്റർഡേ, അല്ലെങ്കിൽ ഷീ എയ്റ്റ് ആൻ ആപ്പിൾ യെസ്റ്റർഡേ. അവൾ ഇന്നലെ ഒരു ആപ്പിൾ കഴിച്ചു. ഇനി വെർബിൻ്റെ മൂന്നാമത്തെ രൂപം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈറ്റൻ എന്നാണ് പറയുന്നത്. ഈറ്റൻ എന്ന് പറഞ്ഞാൽ കഴിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥം. ഞാൻ എൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എങ്ങനെ പറയാം? ഐ ഹാവ് ഈറ്റൻ മൈ ലഞ്ച്. ഐ ഹാവ് ഈറ്റൻ മൈ ലഞ്ച്. ഇനി അവൻ അവൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എങ്ങനെ പറയാം? ഹി ഹാസ് ഈറ്റൻ ഹിസ് ലഞ്ച്. അവൾ അവൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഷീ ഹാസ് ഈറ്റൻ ഹെർ ലഞ്ച്. ഇനി നാലാമത്തെ രൂപം നമുക്ക് നോക്കാം, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഓർ ജിറൻഡ് ഫോം. അതായത് ഈറ്റ് എന്ന വെർബിനൊപ്പം ING, അതായത് ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി, തുടരുകയാണെന്ന് കാണിക്കാൻ വേണ്ടി. ഇനി ഞാനിപ്പോൾ കഴിക്കുകയാണ്, അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? ഐ ആം ഈറ്റിംഗ് നൗ. ഐ ആം ഈറ്റിംഗ് നൗ. ഐ ആം ഈറ്റിംഗ് നൗ. ഇനി അവനിപ്പോൾ കഴിക്കുകയാണ്. എങ്ങനെ പറയാം? ഹി ഈസ് ഈറ്റിംഗ് നൗ, അല്ലെങ്കിൽ ഷീ ഈസ് ഈറ്റിംഗ് നൗ. അവളിപ്പോൾ കഴിക്കുകയാണ്. ഇനി അരുൺ ഇപ്പോൾ കഴിക്കുകയാണ്. എങ്ങനെ പറയാം? അരുൺ ഈസ് ഈറ്റിംഗ് നൗ. നെക്സ്റ്റ് ഫോം V5, ദാറ്റ് ഈസ് സിമ്പിൾ പ്രസൻറ്റ് ഫോർ തേർഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ സിംഗുലർ വന്നു കഴിഞ്ഞാൽ വെർബിനൊപ്പം എസ് അല്ലെങ്കിൽ എസ് ചേർക്കുക. നോക്കൂ, ഇവിടെ അവൻ എല്ലാ ദിവസവും പഴങ്ങൾ കഴിക്കുന്നു. എങ്ങനെ പറയാം? ഹി ഈറ്റ്സ് ഫ്രൂട്ട്സ് എവരി ഡേ. അവൾ എല്ലാ ദിവസവും പഴങ്ങൾ കഴിക്കും. ഷീ ഈറ്റ്സ് ഫ്രൂട്ട്സ് എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും പഴങ്ങൾ കഴിക്കുന്നു. ഐ ഈറ്റ് ഫ്രൂട്ട്സ് എവരി ഡേ. നോക്കൂ, അവിടെ ഈറ്റ്സ് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഐ എന്നുള്ളത് സിംഗുലർ ആണെങ്കിലും നമ്മൾ പ്ലൂരൽ ഫോമിലാണ് എപ്പോഴും ഐനെ പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈറ്റിനൊപ്പം അല്ലെങ്കിൽ വെർബിനൊപ്പം എസ് അല്ലെങ്കിൽ എസ് ഒന്നും ഐ വരുമ്പോൾ ചേർക്കേണ്ടതില്ല. ഐ ഈറ്റ് ഫ്രൂട്ട്സ് എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും പഴങ്ങൾ കഴിക്കുന്നു. ദെൻ സിക്സ്ത് ഫോം, ദാറ്റ് ഈസ് സിമ്പിൾ ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ എന്ത് വരും? ബേസ് ഫോമിനൊപ്പം വിൽ കൂടി ചേർത്ത് പറയും. അപ്പം ഈറ്റിനൊപ്പം വിൽ കൂടി ചേർത്ത് വിൽ ഈറ്റ് എന്ന് പറയും. കഴിക്കും എന്നുള്ള അർത്ഥത്തിൽ.
ഞാൻ പിന്നീട് രാത്രി ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ ഞാൻ പിന്നീട് അത്താഴം കഴിക്കും. എങ്ങനെ പറയാം? ഐ വിൽ ഈറ്റ് ഡിന്നർ ലേറ്റർ. അവൻ പിന്നീട് അത്താഴം കഴിക്കും. എങ്ങനെ പറയും? ഹി വിൽ ഈറ്റ് ഡിന്നർ ലേറ്റർ. അവൾ ആണെങ്കിലോ ഷീ വിൽ ഈറ്റ് ഡിന്നർ ലേറ്റർ. ഇനി ലാസ്റ്റ് ഫോം V7, ദാറ്റ് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ അവിടെ എങ്ങനെയാണ്? വാസ് അല്ലെങ്കിൽ ഓർ വെയർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. തേർഡ് ഫോമാണ് ഉപയോഗിക്കുക, വാസ് അല്ലെങ്കിൽ വേറിനൊപ്പം. ഇനി വേറെ എവിടെയാണ് ഉപയോഗിക്കുക? ദൈ, വി, യു ഒക്കെ വരുന്ന സമയങ്ങളിലാണ് ഉപയോഗിക്കുക. അപ്പോൾ വാസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കഴിക്കുകയായിരുന്നു എന്നുള്ള അർത്ഥം. അപ്പോൾ നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ കഴിക്കുകയായിരുന്നു. എങ്ങനെ പറയാം? ഐ വാസ് ഈറ്റിംഗ് വെൻ യു കോൾ മീ. ദെൻ ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ കഴിക്കുകയായിരുന്നു. എങ്ങനെ പറയാം? ഹി വാസ് ഈറ്റിംഗ് വെൻ ഐ സോ ഹിം. ഇനി ഞാൻ അവളെ കണ്ടപ്പോൾ അവൾ കഴിക്കുകയായിരുന്നു. എങ്ങനെ പറയാം? ഷി വാസ് ഈറ്റിംഗ് വെൻ ഐ സോ ഹെർ. നെക്സ്റ്റ് ഫോം ഓഫ് ആക്ഷൻ വെർബ് ഈസ് റൈറ്റ്. റൈറ്റ് എന്നുള്ള ആക്ഷൻ വെർബിൻ്റെ മീനിങ് എഴുതുന്നു എന്നുള്ളതാണ്. എഴുതുന്നു. അപ്പോൾ അതിൻ്റെ വിവിധ രൂപങ്ങളാണ് നമ്മൾ നോക്കുക. ഫസ്റ്റ് ഫോം, V1 ഫോം, ഞാൻ എല്ലാ ദിവസവും കത്ത് എഴുതുന്നു. എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? ഐ റൈറ്റ് എ ലെറ്റർ എവരി ഡേ. ഇനി അവൻ എല്ലാ ദിവസവും കത്ത് എഴുതുന്നു. എങ്ങനെ പറയാം? ഹി റൈറ്റ്സ് എ ലെറ്റർ എവരി ഡേ. അവളാണെങ്കിലോ ഷീ റൈറ്റ്സ് എ ലെറ്റർ എവരി ഡേ. ദെൻ സെക്കൻഡ് ഫോം ഓഫ് ദ വെർബ് റൈറ്റ്, ദാറ്റ് ഈസ് V2 ഫോം, സിമ്പിൾ പാസ്റ്റ് ഫോം. അതായത് റൈറ്റിൻ്റെ V2 ഫോം റോട്ട് എന്നാണ് പറയുന്നത്. റോട്ട്, എഴുതി. ഞാൻ ഇന്നലെ ഒരു സന്ദേശം എഴുതി. എങ്ങനെ പറയാം? ഐ റോട്ട് എ മെസ്സേജ് യെസ്റ്റർഡേ. ഇനി ഞാനൊരു കത്ത് എഴുതുന്നത് എങ്ങനെ പറയാം? ഐ റോട്ട് എ ലെറ്റർ യെസ്റ്റർഡേ. അവൻ ഇന്നലെ ഒരു കത്ത് എഴുതി. എങ്ങനെ പറയാം? ഹി റോട്ട് എ ലെറ്റർ യെസ്റ്റർഡേ. അങ്ങനെ നമുക്ക് വാക്കുകൾ, വാചകങ്ങൾ മാറി മാറി നിർമ്മിക്കാം. ദെൻ തേർഡ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ദാറ്റ് ഈസ് റിട്ടൺ. റൈറ്റ്, റോട്ട്, റിട്ടൺ. റിട്ടൺ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്. എങ്ങനെ പറയാം? ഐ ഹാവ് റിട്ടൺ എ സ്റ്റോറി. ഐ ഹാവ് റിട്ടൺ എ സ്റ്റോറി. ഞാനൊരു കഥ എഴുതിയിട്ടുണ്ട്. ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. എങ്ങനെ പറയാം? ഐ ഹാവ് റിട്ടൺ എ പോം. ഇനി അവളൊരു കവിത എഴുതിയിട്ടുണ്ട്. എങ്ങനെ പറയാം? ഷി ഹാസ് റിട്ടൺ എ പോം. അവളൊരു കഥ എഴുതിയിട്ടുണ്ട്. എങ്ങനെ പറയാം? ഷി ഹാസ് റിട്ടൺ എ സ്റ്റോറി. ദെൻ V4 ഫോം, ദാറ്റ് ഈസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഓർ ജെറണ്ട് ഫോം. അതായത് ING കൂടി, റൈറ്റിൻ്റെ കൂടെ ING കൂടി ചെയ്യുന്നത്. എഴുതിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എഴുതുകയാണ് എന്ന് പറയാൻ വേണ്ടി. ഞാനിപ്പോൾ എഴുതുകയാണ്. എങ്ങനെ പറയാം? ഐ ആം റൈറ്റിംഗ് നൗ. അവൻ ഇപ്പോൾ എഴുതുകയാണ്. എങ്ങനെ പറയാം? ഹി ഈസ് റൈറ്റിംഗ് നൗ. നൗ ദ ഫിഫ്ത്ത് ഫോം, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ തേർഡ് പേഴ്സൺ സിംഗുലർ. റൈറ്റിനൊപ്പം എസ് കൂടി ചേരുന്നു. നോക്കൂ, അവൻ എല്ലാ ദിവസവും അവൻ്റെ നോട്ട് ബുക്കിൽ എഴുതുന്നു. എങ്ങനെ എഴുതാം? ഹി റൈറ്റ്സ് ഇൻ ഹിസ് നോട്ട് ബുക്ക് എവരി ഡേ. ഞാൻ എല്ലാ ദിവസവും എൻ്റെ നോട്ട് ബുക്കിൽ എഴുതുന്നു. എങ്ങനെ എഴുതാം? ഐ റൈറ്റ് ഇൻ മൈ നോട്ട് ബുക്ക് എവരി ഡേ. അവിടെ റൈറ്റിനൊപ്പം എസ് വേണം, അല്ലേ? നമ്മളത് പഠിച്ച് കണ്ടതാണ്. ദെൻ സിക്സ്ത് ഫോം, സിമ്പിൾ ഫ്യൂച്ചർ ഫോം, ദാറ്റ് ഈസ് വിൽ പ്ലസ് ബേസ് ഫോം. വിൽ പ്ലസ് റൈറ്റ്. അപ്പം ഞാൻ എഴുതും എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ നാളെ ഒരു കത്ത് എഴുതും. ഐ വിൽ റൈറ്റ് എ ലെറ്റർ ടുമോറോ. ഇനി ഞാൻ നാളെ ഒരു കവിത എഴുതും. എങ്ങനെ പറയാം? ഐ വിൽ റൈറ്റ് എ പോം ടുമോറോ. അവൾ നാളെ ഒരു കഥ എഴുതും. എങ്ങനെ എഴുതാം? ഷീ വിൽ റൈറ്റ് എ സ്റ്റോറി ടുമോറോ. ഇനി വാസ് റൈറ്റിംഗ്, ദാറ്റ് ഈസ് ദി സെവൻത് ഫോം, പാസ്റ്റ് കണ്ടിന്യൂസ് ഫോം, വാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ പറയാം? ഐ വാസ് റൈറ്റിംഗ് വെൻ യു കോൾ മീ. ദെൻ ഞാൻ അവളെ കണ്ടപ്പോൾ അവൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ പറയാം? ഷി വാസ് റൈറ്റിംഗ് വെൻ ഐ സോ ഹെർ. ഷി വാസ് റൈറ്റിംഗ് വെൻ ഐ സോ ഹെർ. നെക്സ്റ്റ് ആക്ഷൻ വെർബ് ഈസ് റൺ. റൺ എന്ന് പറഞ്ഞാൽ ഓടുന്നു. അപ്പോൾ ഓടുന്നു എന്നുള്ളതിൻ്റെ 7 രൂപങ്ങളാണ് നോക്കുക. V1 ഫോം, ഞാൻ എല്ലാ ദിവസവും ഓടുന്നു. എങ്ങനെ പറയാം? ഐ റൺ എവരി മോർണിംഗ്. ദെൻ അവൾ എല്ലാ ദിവസവും ഓടുന്നു. എങ്ങനെ പറയാം? ഷി റൺസ് എവരി മോർണിംഗ്. ദെൻ പാസ്റ്റ് ഫോം, V2 ഫോം, ദാറ്റ് ഈസ് റാൻ. റണ്ണിൻ്റെ പാസ്റ്റ് ഫോമാണ് റാൻ, ഓടി. അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ ഇന്നലെ വേഗത്തിൽ ഓടി. എങ്ങനെ പറയാം? ഐ റാൻ ഫാസ്റ്റ് യെസ്റ്റർഡേ. അവൻ ഇന്നലെ വേഗത്തിൽ ഓടി. എങ്ങനെ പറയാം? ഹി റാൻ ഫാസ്റ്റ് യെസ്റ്റർഡേ. ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, V3 ഫോം, ദാറ്റ് ഈസ് റൺ. ഓടിയിട്ടുണ്ട് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി. നോക്കൂ, ഞാൻ മത്സരത്തിൽ ഓടിയിട്ടുണ്ട്. എങ്ങനെ പറയാം? ഐ ഹാവ് റൺ ഇൻ ദി റേസ്. ഇനി അവൾ മത്സരത്തിൽ ഓടിയിട്ടുണ്ട്. എങ്ങനെ പറയാം? ഷി ഹാസ് റൺ ഇൻ ദി റേസ്. നോക്കൂ, ഇവിടെ ഐ ആണെങ്കിൽ ഹാവ്, അതായത് പ്ലൂറൽ ഫോം, ഐ, വി, യു,
ഇത്രയെണ്ണത്തിന് കൂടുതൽ ഹാവും, ഹി ഷീ ഇറ്റൊക്കെ ആണെങ്കിൽ അവിടെ ഹാസുമാണ് വരിക. ദെൻ വി ഫോർ ഫോം, ദാറ്റ് ഈസ് ജിറൻഡ് ഫോം, ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അല്ലേ. റണ്ണിങ്, ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെ പറയാം? ഐ ആം റണ്ണിങ് നൗ, ഐ ആം റണ്ണിങ് നൗ. അവനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, എങ്ങനെ പറയാം? ഹി ഈസ് റണ്ണിങ് നൗ. ഫിഫ്ത്ത് ഫോം, ദാറ്റ് ഈസ് സിമ്പിൾ പ്രസൻറ്റ് ഫോർ തേർഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ ആണെങ്കിൽ റണ്ണിനൊപ്പം ഒരു എസ് കൂടി ചേർക്കുന്നു. നോക്കൂ, അവൻ എല്ലാ വൈകുന്നേരങ്ങളിലും ഓടുന്നു, എങ്ങനെ പറയാം? ഹി റൺസ് എവരി ഈവനിങ്. ഞാൻ എല്ലാ വൈകുന്നേരങ്ങളിലും ഓടുന്നു, എങ്ങനെ പറയാം? ഐ റൺ എവരി ഈവനിങ്. ദെൻ സെവൻത് ഫോം, സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ സിമ്പിൾ, ദാറ്റ് ഈസ് വിൽ പ്ലസ് ബേസ് ഫോം, വിൽ പ്ലസ് റൺ. ഞാൻ ഓടും എന്നുള്ള അർത്ഥത്തില്ല, നാളെ ഓടും. ഞാൻ എങ്ങനെ പറയാം? ഐ വിൽ റൺ ടുമോറോ. അവൾ നാളെ ഓടും, എങ്ങനെ പറയാം? ഷീ വിൽ റൺ ടുമോറോ. Then seventh form, that is past continuous, that is was plus past participle form. നോക്കി, മഴ തുടങ്ങിയപ്പോൾ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, എങ്ങനെ പറയാം? ഐ വാസ് റണ്ണിങ് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ഞാൻ അവളെ കണ്ടപ്പോൾ അവൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, എങ്ങനെ പറയാം? ഷി വാസ് റണ്ണിങ് വെൻ ഐ സോ ഹെർ. ഷി വാസ് റണ്ണിങ് വെൻ ഐ സോ ഹെർ. Okay, come to the next action verb, that is come. കം എന്ന് പറയുന്ന ആക്ഷൻ വെർബിൻ്റെ മീനിങ് വരുന്നു, വരിക എന്നുള്ള അർത്ഥം, വരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അതിൻ്റെ 7 രൂപങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, ബേസ് ഫോം, വരുന്നു. ഞാൻ ഇവിടെ എല്ലാ ദിവസവും വരും, എങ്ങനെ പറയാം? ഐ കം ഹിയർ എവരി ഡേ. ഇനി അവൾ ഇവിടെ എല്ലാ ദിവസവും വരും, എങ്ങനെ പറയാം? ഷീ കംസ് ഹിയർ എവരി ഡേ. ദെൻ V2 ഫോം, ദാറ്റ് ഈസ് സിമ്പിൾ പാസ്റ്റ്. കമ്മിന്, കം എന്ന് പറയുന്ന വെർബിൻ്റെ V2 ഫോം കെയിം എന്നാണ്, വന്നു. ഇനി നോക്കൂ, ഞാൻ ഇന്നലെ നേരത്തെ വന്നു, എങ്ങനെ പറയാം? ഐ കെയിം ഹിയർ എയർലി യെസ്റ്റർഡേ. ഐ കെയിം എയർലി യെസ്റ്റർഡേ. ഐ കെയിം എയർലി യെസ്റ്റർഡേ. അവൾ ഇന്നലെ നേരത്തെ വന്നു, എങ്ങനെ പറയാം? ഷീ കെയിം എയർലി യെസ്റ്റർഡേ. അവൻ നേരത്തെ വന്നു, എങ്ങനെ പറയാം? ഹി കെയിം എയർലി യെസ്റ്റർഡേ. ദെൻ V3 ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കമ്മിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം കം തന്നെയാണ്, പക്ഷേ അർത്ഥം വ്യത്യാസമുണ്ട്. വന്നിട്ടുണ്ട് എന്നാണ്, വന്നിട്ടുണ്ട്. നോക്കൂ, ഞാൻ നിന്നെ കാണാൻ വന്നിട്ടുണ്ട്, എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? ഐ ഹാവ് കം ടു മീറ്റ് യു. ഐ ഹാവ് കം ടു മീറ്റ് യു. അവൻ നിന്നെ കാണാൻ വന്നിട്ടുണ്ട്, എങ്ങനെ പറയാം? ഹി ഹാസ് കം ടു മീറ്റ് യു. അവൾ നിന്നെ കാണാൻ വന്നിട്ടുണ്ട്, ഷീ ഹാസ് കം ടു മീറ്റ് യു. ഇനി ഫോർത്ത് ഫോം, ദാറ്റ് ഈസ് ജിറൻഡ് ഫോം, ING കൂടി ചേർന്ന് വരുന്നു, തുടർന്നുകൊണ്ടിരിക്കുന്നു, വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ പറയാം? ഐ ആം കമ്മിങ് നൗ. ഐ ആം കമ്മിങ് നൗ. അവനിപ്പോൾ വന്നുകൊണ്ടിരിക്കണം, എങ്ങനെ പറയാം? ഹി ഈസ് കമ്മിങ് നൗ. ഫിഫ്ത്ത് ഫോം ഓഫ് ദി വെർബ്, ദാറ്റ് ഈസ് കംസ്, that we used for third person singular. കമ്മിനൊപ്പം എസ് കൂടി ചേർക്കുന്നു. ദെൻ അവൻ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നു, എങ്ങനെ പറയാം? ഹി കംസ് ഹോം ഇൻ ദി ഈവനിങ്. അവൾ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നു, ഷീ കംസ് ഹോം ഇൻ ദി ഈവനിങ്. ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നു, എങ്ങനെ പറയാം? ഐ കം ഹോം ഇൻ ദി ഈവനിങ്. നമുക്കറിയാം അവിടെ എസ് ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലേ. ദെൻ സിക്സ്ത് ഫോം ഓഫ് ദി വെർബ് സിമ്പിൾ ഫ്യൂച്ചർ, ദാറ്റ് ഈസ് വിൽ പ്ലസ് ബേസ് ഫോം, വിൽ കം, വരും, വരും എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ നാളെ വരും, ഐ വിൽ കം ടുമോറോ. ഐ വിൽ കം ടുമോറോ. പ്രധാനമന്ത്രി നാളെ വരും, എങ്ങനെ പറയാം? പ്രൈം മിനിസ്റ്റർ വിൽ കം ടുമോറോ. അവൾ നാളെ വരും, ഷീ വിൽ കം ടുമോറോ. സെവൻത് വൺ, ദാറ്റ് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഇപ്പോൾ വാസ് കമ്മിങ് ആണ് വരിക, വാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, എങ്ങനെ പറയാം? ഐ വാസ് കമ്മിങ് വെൻ യു കോൾഡ് മീ. ഐ വാസ് കമ്മിങ് വെൻ യു കോൾഡ് മീ. ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, എങ്ങനെ പറയാം? ഹി വാസ് കമ്മിങ് വെൻ ഐ സോ ഹിം. നെക്സ്റ്റ് ഫോം ഓഫ് ആക്ഷൻ വെർബ്, ദാറ്റ് ഈസ് സീ. സീ എന്ന് പറയുന്ന ആക്ഷൻ വെർബിൻ്റെ മീനിങ് കാണുന്നു എന്നാണ്. കാണും, അതിൻ്റെ വിവിധ രൂപങ്ങളാണ് നമ്മൾ നോക്കുക. V1 ഫോം, കാണുന്നു. ഞാനൊരു പക്ഷിയെ കാണുന്നു, എങ്ങനെ പറയാം? ഐ സീ എ ബേർഡ്. അവനൊരു പക്ഷിയെ കാണുന്നു, ഹി സീസ് എ ബേർഡ്. ദെൻ സെക്കൻഡ് ഫോം ഓഫ് ദി വെർബ് പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ്, ദാറ്റ് ഈസ് സോ. സിയുടെ സെക്കൻഡ് ഫോം, വെർബിൻ്റെ സെക്കൻഡ് ഫോം സോ എന്നാണ്. സോ, കണ്ടു, കണ്ടു. ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു, എങ്ങനെ പറയാം? ഐ സോ എ മൂവി യെസ്റ്റർഡേ. ഐ സോ എ മൂവി യെസ്റ്റർഡേ. അവൻ ഇന്നലെ ഒരു സിനിമ കണ്ടു, എങ്ങനെ പറയാം? ഹി സോ എ മൂവി യെസ്റ്റർഡേ. അവൾ ഇന്നലെ ഒരു സിനിമ കണ്ടു, ഷീ സോ എ മൂവി യെസ്റ്റർഡേ.
ഇനി മൂന്നാമത്തെ രൂപം പാസ്റ്റ് പാർട്ടിസിപ്പിൾ സീൻ എന്നാണ്. സീ, സോ, സീൻ. സീ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്. ഞാൻ ആ സ്ഥലം കണ്ടിട്ടുണ്ട്. എങ്ങനെ പറയാം? ഐ ഹാവ് സീൻ ദാറ്റ് പ്ലേസ്. ഐ ഹാവ് സീൻ ദാറ്റ് പ്ലേസ്. ഞാൻ നേരത്തെ ആ സ്ഥലം കണ്ടു. ഐ ഹാവ് സീൻ ദാറ്റ് പ്ലേസ്. അല്ലെങ്കിൽ ഐ ഹാവ് സീൻ ദാറ്റ് പ്ലേസ് ഓൾറെഡി. ദെൻ നോക്കൂ, അവൻ ആ സ്ഥലം കണ്ടിട്ടുണ്ട്. ഹി ഹാസ് സീൻ ദാറ്റ് പ്ലേസ്. ഓക്കെ. ഇനി ഫോർത്ത് ഫോം, ദാറ്റ് ഈസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഓർ ജിറൻഡ് ഫോം സീൻ. ഇനി ഞാനതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ്, ഞാനതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. എങ്ങനെ പറയാം? ഐ ആം സീയിങ് ഇറ്റ് നൗ. ഐ ആം സീയിങ് ഇറ്റ് നൗ. ഇനി അവനതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? ഹീ ഈസ് സീയിങ് ഇറ്റ് നൗ. അല്ലെങ്കിൽ അവളിപ്പോൾ കണ്ടിരിക്കുകയാണ്. ഷീ ഈസ് സീയിങ് ഇറ്റ് നൗ. സീസ്, അതായത് തേർഡ് പേഴ്സൺ വരുമ്പോൾ അവിടെ സീ എന്നതിനൊപ്പം എസ് കൂടി വരുന്നു. അവൻ രാത്രി നക്ഷത്രങ്ങളെ കാണും. എങ്ങനെ പറയാം? ഹി സീസ് ദ സ്റ്റാർസ് അറ്റ് നൈറ്റ്. ഓക്കെ, ഞാൻ രാത്രിയിൽ നക്ഷത്രങ്ങളെ കാണുന്നു. ഐ സീ ദ സ്റ്റാർസ് അറ്റ് നൈറ്റ്. ഇനി സിക്സ്ത് ഫോം ഓഫ് ദി വെർബ്, ദാറ്റ് ഈസ് സിമ്പിൾ ഫ്യൂച്ചർ. ഫ്യൂച്ചർ സിമ്പിൾ വിൽ പ്ലസ് ബേസ് ഫോം. കാണും എന്നുള്ള അർത്ഥത്തിൽ. ഞാൻ നാളെ നിന്നെ കാണും. എങ്ങനെ പറയാം? ഐ വിൽ സീ യു ടുമോറോ. ഐ വിൽ സീ യു ടുമോറോ. ദെൻ അവൻ നിന്നെ നാളെ കാണും. എങ്ങനെ പറയാം? ഹി വിൽ സീ യു ടുമോറോ. അവൾ നിന്നെ നാളെ കാണും. ഷീ വിൽ സീ യു ടുമോറോ. ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ് ഫോം വാസ് സീയിങ് എന്നാണ്. കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നർത്ഥം. ദെൻ മഴ തുടങ്ങിയപ്പോൾ ഞാൻ പക്ഷികളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ പറയാം? ഐ വാസ് സീയിങ് ദ ബേർഡ്സ് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ഇനി ഞാൻ അവനെ വിളിക്കുമ്പോൾ അവൻ പക്ഷികളെ കണ്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെ പറയാം? ഹി വാസ് സീയിങ് ദ ബേർഡ്സ് വെൻ ഐ കോൾഡ് ഹിം. ഞാൻ അവളെ വിളിക്കുമ്പോൾ അവൾ പക്ഷികളെ കണ്ടുകൊണ്ടിരിക്കും. എങ്ങനെ പറയാം? ഷി വാസ് സീയിങ് ദ ബേർഡ്സ് വെൻ ഐ കോൾഡ് ഹെർ. അനദർ ആക്ഷൻ വെർബ് ഈസ് മേക്ക്. മേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ വിവിധ ഫോംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഫോം, ബേസ് ഫോം. ഞാൻ എല്ലാ ദിവസവും രാവിലെ ചായ ഉണ്ടാക്കുന്നു. എങ്ങനെ പറയാം? ഐ മേക്ക് ടീ എവരി മോർണിംഗ്. അവൻ എല്ലാ ദിവസവും ചായ ഉണ്ടാക്കുന്നു, രാവിലെ ചായ ഉണ്ടാക്കും. എങ്ങനെ പറയാം? ഹി മേക്സ് ടീ എവരി മോർണിംഗ്. അവൾ എല്ലാ ദിവസവും രാവിലെ ചായ ഉണ്ടാക്കുന്നു. ഷീ മേക്സ് ടീ എവരി മോർണിംഗ്. ദെൻ സെക്കൻഡ് ഫോം, സിമ്പിൾ പാസ്റ്റ് ഫോം, മെയ്ഡ് എന്നാണ് പറയുന്നത്. മെയ്ഡ്, ഉണ്ടാക്കി എന്നാണ് പറയുക. ഞാൻ ഇന്നലെ ഒരു കേക്ക് ഉണ്ടാക്കി. എങ്ങനെ പറയാം? ഐ മെയ്ഡ് എ കേക്ക് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഒരു പട്ടം ഉണ്ടാക്കി. ഐ മെയ്ഡ് എ കൈറ്റ് യെസ്റ്റർഡേ. അവൻ ഇന്നലെ ഒരു കേക്ക് ഉണ്ടാക്കി. ഇങ്ങനെയാണ്, ഹി മെയ്ഡ് എ കേക്ക് യെസ്റ്റർഡേ. അവൾ ഇന്നലെ ഒരു കേക്ക് ഉണ്ടാക്കി. ഷീ മെയ്ഡ് എ കേക്ക് യെസ്റ്റർഡേ. ഇനി മൂന്നാമത്തെ രൂപം, തേർഡ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ദാറ്റ് ഈസ് മെയ്ഡ്. മെയ്ഡ് എന്ന് തന്നെയാണ്, പക്ഷേ അർത്ഥ വ്യത്യാസമുണ്ട്. ഉണ്ടാക്കിയിട്ടുണ്ട് എന്നർത്ഥമാണ് പറയുക. ഇനി നോക്കൂ, ഐ ഹാവ് മെയ്ഡ് ഡിന്നർ. ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ടെന്നും പറയാം. ദെൻ അവൻ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. എങ്ങനെ പറയാം? ഹി ഹാസ് മെയ്ഡ് ഡിന്നർ. അല്ലെങ്കിൽ അവൾ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ഷി ഹാസ് മെയ്ഡ് ഡിന്നർ. അല്ലെങ്കിൽ പ്രിപ്പയർഡ് എന്നും ഒരർത്ഥത്തിൽ പറയാം. ദെൻ ഫോർത്ത് ഫോം ഓഫ് ദി വെർബ്, ദാറ്റ് ഈസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ ജുറൻ. അല്ലേ? ING കൂടി ചേർത്ത് മേക്കിംഗ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ദെൻ ഞാനൊരു കളിപ്പാട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? ഐ ആം മേക്കിംഗ് എ ടോയ്. അവൾ ഒരു കളിപ്പാട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? ഷീ ഈസ് മേക്കിംഗ് എ ടോയ്. അവനൊരു കളിപ്പാട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീ ഈസ് മേക്കിംഗ് എ ടോയ്. ഫിഫ്ത്ത് ഫോം, ദാറ്റ് ഈസ് മേക്സ്. തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് വരിക. അപ്പം മേക്സ് എന്ന് പറയും. അവൻ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു. എന്ന് പറയാം? ഹി മേക്സ് ഫുഡ് അറ്റ് ഹോം. അവൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു. ഷീ മേക്സ് ഫുഡ് അറ്റ് ഹോം. ഞാൻ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു. എന്ന് പറയാം? ഐ മേക്ക് ഫുഡ് അറ്റ് ഹോം. ദെൻ സിക്സ്ത് ഫോം, ദാറ്റ് ഈസ് സിമ്പിൾ ഫ്യൂച്ചർ. ഇപ്പോൾ വിൽ പ്ലസ് ബേസ് ഫോം ആണ്. വിൽ മേക്ക്, ഞാൻ ഉണ്ടാക്കും. അല്ലേ? ഞാനിപ്പോൾ ചായ ഉണ്ടാക്കും. എന്ന് പറയാം? ഐ വിൽ മേക്ക് ടീ നൗ. അവനിപ്പോൾ ചായ ഉണ്ടാക്കും. എന്ന് പറയാം? ഹി വിൽ മേക്ക് ടീ നൗ. ഓക്കെ. ദെൻ സെവൻത് ഫോം ഓഫ് ദി വെർബ്, ദാറ്റ് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ്. വാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വാസ് മേക്കിംഗ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് പറയാം? ഐ വാസ് മേക്കിംഗ് ടീ വെൻ യു കോൾ മീ. ഞാൻ അവളെ വിളിക്കുമ്പോൾ അവൾ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷി വാസ് മേക്കിംഗ് ടീ വെൻ ഐ സോ ഹെർ. ദെൻ അനദർ ആക്ഷൻ അഡ്ജക്റ്റീവ് ഈസ് സിങ്. സിങ് എന്ന് പറഞ്ഞാൽ പാടുന്നു, പാടുന്നു. അപ്പോൾ അതിൻ്റെ വിവിധ തരത്തിലുള്ള രൂപങ്ങളാണ് നോക്കുക. ബേസ് ഫോം സിങ്. ഞാൻ എല്ലാ ദിവസവും ഒരു പാട്ട് പാടുന്നു. ഐ സിങ് എ സോങ് എവരി ഡേ.
അവൻ എല്ലാ ദിവസവും ഒരു പാട്ട് പാടുന്നു. എങ്ങനെ പറയാം? ഹി സിങ്സ് എ സോങ് എവറി ഡേ. ദെൻ സെക്കൻഡ് ഫോം ഓഫ് ദി വെർബ് ദാറ്റ് ഈസ് പാസ്റ്റ് സിമ്പിൾ സാങ് എന്നാണ്. സിങ്ങിന് സാങ് പാടി എന്നാണ് പറയുക. ഞാൻ ഇന്നലെ ഒരു പാട്ട് പാടി. ഐ സാങ് എ സോങ് യെസ്റ്റർഡേ. അവൾ ഇന്നലെ ഒരു പാട്ട് പാടി. ഷീ സാങ് എ സോങ് യെസ്റ്റർഡേ. ദെൻ വെർബ് 3 V3 ഫോം ദാറ്റ് ഈസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ സങ് എന്നാണ് പറയുക. സങ് പാടിയിട്ടുണ്ട്. സങ് പാടിയിട്ടുണ്ട്. ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. ഐ ഹാവ് സങ് എ സോങ്. അവനൊരു പാട്ട് പാടിയിട്ടുണ്ട്. ഹി ഹാസ് സങ് എ സോങ്. ഇനി V4 ദാറ്റ് ഈസ് ജിറണ്ട് ഫോം അല്ലെങ്കിൽ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം. സിങ്ങിനൊപ്പം ING കൂടി ചേർക്കുന്നു. പാടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടി. ദെൻ ഞാനിപ്പോൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? ഐ ആം സിംഗിങ് നൗ. അവൾ ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് സിംഗിങ് നൗ. ഫോം തേർഡ് പേഴ്സൺ സിംഗുലർ സിങ്സ് എന്നാണ് പറയുക. സിങ്ങിൻ്റെ കൂടെ എസ് കൂടി ചേരുന്നു. അവൻ വൈകുന്നേരം പാടുന്നു. ഹി സിങ്സ് ഇൻ ദി ഈവനിങ്. അവൾ വൈകുന്നേരം പാടുന്നു. ഷീ സിങ്സ് ഇൻ ദി ഈവനിങ്. ഞാൻ വൈകുന്നേരം പാടുന്നു. ഐ സിങ് ഇൻ ദി ഈവനിങ്. ദെൻ സിക്സ്ത് ഫോം സിമ്പിൾ ഫ്യൂച്ചർ വിൽ പ്ലസ് ബേസ് ഫോം വിൽ സിങ്. പാടും. ഞാൻ നാളെ പാടും. ഐ വിൽ സിങ് ടുമോറോ. അവൾ നാളെ പാടും. ഷീ വിൽ സിങ് ടുമോറോ. ദെൻ സെവൻത് ഫോം പാസ്റ്റ് കണ്ടിന്യൂസ് വാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വാസ് സിംഗിങ്. പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറയാം? ഐ വാസ് സിംഗിങ് എ സോങ് വെൻ യു കോൾഡ് മീ. ദെൻ ഞാൻ അവളെ വിളിക്കുമ്പോൾ, അവളെ കണ്ടപ്പോൾ അവൾ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ പറയാം? ഷീ വാസ് സിംഗിങ് വെൻ ഐ സോ ഹർ. മൂവ് ടു ദ നെക്സ്റ്റ് ആക്ഷൻ വെർബ് ദാറ്റ് ഈസ് സേ. സേ എന്ന ആക്ഷൻ വെർബിൻ്റെ മീനിങ് പറയുന്നു. അതിൻ്റെ വിവിധ രൂപങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ബേസ് ഫോം പറയുന്നു. ഞാൻ എല്ലാവരോടും ഹലോ പറയുന്നു. ഐ സേ ഹലോ ടു എവരി വൺ. അവൻ എല്ലാവരോടും ഹലോ പറയുന്നു. ഹി സേസ് ഹലോ ടു എവരി വൺ. അവൾ എല്ലാവരോടും ഹലോ പറയുന്നു. ഷീ സേസ് ഹലോ ടു എവരി വൺ. ദെൻ സെക്കൻഡ് ഫോം ദാറ്റ് ഈസ് സിമ്പിൾ പാസ്റ്റ് ഫോം V2 ഫോം ദാറ്റ് ഈസ് സെഡ്. സേ പറയുന്നു. സെഡ് പറഞ്ഞു. ഞാൻ ഇന്നലെ ക്ഷമ പറഞ്ഞു. ഇങ്ങനെ പറയാം? ഐ സെഡ് സോറി യെസ്റ്റർഡേ. ഐ സെഡ് സോറി യെസ്റ്റർഡേ. അവൻ ഇന്നലെ ക്ഷമ പറഞ്ഞു. എങ്ങനെ പറയാം? ഹി സെഡ് സോറി യെസ്റ്റർഡേ. അവൾ ഇന്നലെ ക്ഷമ പറഞ്ഞു. ഷീ സെഡ് സോറി യെസ്റ്റർഡേ. ദെൻ തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സെഡ് എന്ന് തന്നെയാണ് പറയുക. പക്ഷേ അർത്ഥം വ്യത്യാസമാണ്. പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഐ ഹാവ് സെഡ് ദി ആൻസർ. ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് സെഡ് ദി ആൻസർ. അവൾ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഷീ ഹാസ് സെഡ് ദി ആൻസർ. ദെൻ ഫോർത്ത് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓർ ജിറണ്ട് ഫോം സെയിം. പറയുകയാണ്, അല്ലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഐ ആം സെയിങ് ദ ട്രൂത്ത്. ഞാൻ സത്യം പറയുകയാണ്. ഐ ആം സെയിങ് ദി ട്രൂത്ത്. ദെൻ അവൾ സത്യം പറയുകയാണ്. ഷീ ഈസ് സെയിങ് ദ ട്രൂത്ത്. ഹീ ഈസ് സെയിങ് ദ ട്രൂത്ത്. അവൻ സത്യം പറയുകയാണ്. ഫോർ തേർഡ് പേഴ്സൺ സിംഗുലർ സെയ്സ് എന്നാണ് പറയുക. സെയ്സ്. അവൻ നല്ല വാക്കുകൾ പറയുന്നു. ഹീ സേസ് ഗുഡ് വേർഡ്സ്. ഞാൻ നല്ല വാക്കുകൾ പറയുന്നു. ഐ സേ ഗുഡ് വേർഡ്സ്. ദെൻ സിക്സ്ത് ഫോം സിമ്പിൾ ഫ്യൂച്ചർ ഫോം വിൽ സേ പറയും. ഞാനത് പിന്നീട് പറയും. എങ്ങനെ പറയാം? ഐ വിൽ സേ ഇറ്റ് ലേറ്റർ. അവൻ അത് പിന്നീട് പറയും. ഹീ വിൽ സേ ഇറ്റ് ലേറ്റർ. അവൾ അത് പിന്നീട് പറയും. ഷീ വിൽ സേ ഇറ്റ് ലേറ്റർ. ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ് ഫോം ദാറ്റ് ഈസ് ദി സെവൻത് ഫോം വാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വാസ് സെയിങ്. നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ എന്തോ പറയുകയായിരുന്നു. ഇപ്പം ഞാനത് ഓർക്കുന്നില്ല എന്നൊരർത്ഥത്തിലാണ്. ഐ വാസ് സെയിങ് സംതിങ് വെൻ യു കോൾഡ് മീ. ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ എന്തോ പറയുകയായിരുന്നു. അങ്ങനെ പറയാം? ഹി വാസ് സെയിങ് സംതിങ് വെൻ ഐ സോ ഹർ. ഞാൻ അവളെ കണ്ടപ്പോൾ അവൾ എന്തോ പറയുകയായിരുന്നു. അങ്ങനെ പറയാം? ഷി വാസ് സെയിങ് സംതിങ് വെൻ ഐ സോ ഹർ. ലാസ്റ്റ് ഫോം ഇൻ ദിസ് ആക്ഷൻ വെർബ് സീരീസ് ഈസ് തിങ്ക്. തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നു. അതിൻ്റെ 7 രൂപങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ V1 ബേസ് ഫോം. ഞാൻ എൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു. ഐ തിങ്ക് അബൌട്ട് മൈ ഫ്യൂച്ചർ. അവൻ അവൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു. അങ്ങനെ പറയാം? ഹി തിങ്സ് അബൌട്ട് ഹിസ് ഫ്യൂച്ചർ. അവൾ അവളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു. ഷീ തിങ്സ് അബൌട്ട് ഹർ ഫ്യൂച്ചർ. സെക്കൻഡ് ഫോം ഓഫ് തിങ്ക് ഈസ് V2 ഫോം ദാറ്റ് ഈസ് തോട്ട്. തിങ്കിന് തോട്ട് എന്നാണ് രണ്ടാമത്തെ രൂപം. ചിന്തിച്ചു. നോക്കൂ, ഞാൻ ഇന്നലെ നിന്നെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ പറയാം? ഐ തോട്ട് അബൌട്ട് യു യെസ്റ്റർഡേ. ഐ തോട്ട് അബൌട്ട് യു യെസ്റ്റർഡേ. അവൻ ഇന്നലെ നിന്നെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ പറയാം? ഹീ തോട്ട് അബൌട്ട് യു യെസ്റ്റർഡേ. അവൾ ഇന്നലെ നിന്നെക്കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ പറയാം?
ഷീ തോട്ട് അബൌട്ട് യു യെസ്റ്റർഡേ. ഇനി മൂന്നാമത്തെ രൂപം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം തോട്ട് എന്നതിനാണ് പറയുക. പക്ഷേ അർത്ഥം വ്യത്യാസമുണ്ട്. ചിന്തിച്ചിട്ടുണ്ട്. നോക്കൂ, ഞാൻ ഈ ആശയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാം, ഐ ഹാവ് തോട്ട് അബൌട്ട് ദിസ് ഐഡിയ. അവൻ ഈ ആശയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഹി ഹാസ് തോട്ട് അബൌട്ട് ദിസ് ഐഡിയ. ദെൻ വി ഫോം, ദാറ്റ് ഈസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം, ദാറ്റ് ഈസ് തിങ്കിങ്. ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിന്തിക്കുകയാണ്. ഞാനിപ്പോൾ ചിന്തിക്കുകയാണ്. എങ്ങനെ പറയാം, ഐ എം തിങ്കിങ് നൗ. അവളിപ്പോൾ ചിന്തിക്കുകയാണ്. ഷീ ഈസ് തിങ്കിങ് നൗ. അവനിപ്പോൾ ചിന്തിക്കുകയാണ്. ഹീ ഈസ് തിങ്കിങ് നൗ. ഫോം തേർഡ് പേഴ്സൺ സിംഗുലർ ഫോം, ദാറ്റ് ഈസ് തിങ്സ്. അവൻ അത് എളുപ്പമാണെന്ന് കരുതുന്നു, അല്ലെങ്കിൽ ചിന്തിക്കുന്നു എന്നർത്ഥത്തിലാണ് കേട്ടോ. ഹി തിങ്സ് ഇറ്റ് ഈസി. ഹി തിങ്സ് ഇറ്റ് ഈസ് ഈസി. ചിന്തിക്കുന്നു. ഞാനത് എളുപ്പമാണെന്ന് കരുതുന്നു, അല്ലെങ്കിൽ ഞാനത് എളുപ്പമാണെന്ന് ചിന്തിക്കുന്നു. ഐ തിങ്ക് ഇറ്റ് ഈസ് ഈസി. ഐ തിങ്ക് ഇറ്റ് ഈസ് ഈസി. Then sixth form, that is simple future form, will plus base form. Will think, ചിന്തിക്കും. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കും. എങ്ങനെ പറയാം, ഹി വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. അവൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. ഷീ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. Then the last form, past continuous form, was plus past participle. നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഐ വാസ് തിങ്കിങ് വെൻ യു കോൾ മീ. ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ചിന്തിക്കുകയായിരുന്നു. എങ്ങനെ പറയാം, ഹി വാസ് തിങ്കിങ് വെൻ ഐ സോ ഹിം. ഇനി ഞാൻ അവളെ കണ്ടപ്പോൾ അവൾ ചിന്തിക്കുകയായിരുന്നു. എങ്ങനെ പറയാം, ഷി വാസ് തിങ്കിങ് വെൻ ഐ സോ ഹെർ. That's all for today. Dear friends, students, practice these verbs and try to make your own sentences. അപ്പോൾ ഈ ആക്ഷൻ വെർബുകളൊക്കെ നന്നായിട്ട് പഠിക്കുക. ദെൻ ട്രൈ ടു മേക്ക് യുവർ ഓൺ സെൻറ്റൻസസ്. നിങ്ങൾ തന്നെ വാചകങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക. പുതിയ ആക്ഷൻ വെർബ്സ് ഒക്കെ നോക്കി കണ്ടുപിടിച്ച് വാചകങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you in the next class. Thank you.